സംസ്ഥാന സർക്കാരിനും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, എയ്ഡഡ് സെക്ടറിൽ കൊടുക്കേണ്ടതുണ്ട് ഈ പറയപ്പെട്ടത് ശമ്പളവും പെൻഷനും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണെങ്കിൽ 7 ഗഡുക്കളാണ് കൊടുക്കാൻ കിടക്കുന്നത്. നമുക്കറിയാം എല്ലാ സമസ്ത മേഖലകളിലും ശൂന്യത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. SC/ST കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാത്തത് കാരണം കൊണ്ട് ഹോസ്റ്റൽ ഫീ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, ഹോസ്റ്റൽ നടത്താൻ നിവൃത്തിയില്ലാതെ ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടി സ്കൂളുകൾ ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ അതായത് മെഡിക്കൽ കോളേജുകൾ മരുന്നില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ചെറിയ പീഡിയാട്രിക് സർജറിക്ക് വേണ്ട എക്യുപ്മെന്റ്സ് പോലുമില്ല. അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജുകൾ കൂപ്പുകുത്തിയിരിക്കുന്നു. ഗവൺമെന്റ് ആശുപത്രികളും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും ധനപ്രതിസന്ധിയുടെ രൂക്ഷത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, വന്യമൃഗ ശല്യം മുഖാന്തരം സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊന്നും പരിഹാരം കാണാൻ പറ്റില്ല. ഈ വന്യമൃഗ ശല്യം ഒക്കെ പരിഹാരം കാണാവുന്നതാണ്. വേണ്ടിടത്തൊക്കെ വേണ്ട തരത്തിലുള്ള സോളാർ ഫെൻസിങ് വേണ്ടിടത്ത് സോളാർ ഫെൻസിങ്, കോൺക്രീറ്റ് ഫെൻസിങ് വേണ്ടിടത്ത് കോൺക്രീറ്റ് ഫെൻസിങ്, തേനീച്ച കൂട് വെച്ചുകൊണ്ട് പ്രതിരോധിക്കാവുന്നിടത്ത് അങ്ങനെ എന്തെല്ലാം മാർഗങ്ങൾ കിടക്കുന്നു. ഡ്രഞ്ച് കൊണ്ട് പ്രതിരോധിക്കാവുന്നിടത്ത് അങ്ങനെ പല മാർഗങ്ങളുണ്ട് വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാനും ഇല്ലാതെയാക്കാനും. പക്ഷെ അതിനൊന്നും യാതൊരു പ്രയോറിറ്റിയും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ്? അത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സർക്കാരിന്റെ, അതായത് സർക്കാരിലെ ഗവേണൻസ് നടക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ സെക്രട്ടേറിയറ്റില്, അതായത് മന്ത്രിമാരെ നിശ്ചയിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചിരിക്കുന്നത് ഒക്കെ ഭരണ സംവിധാനം സുഗമമായി മുൻപോട്ട് പോകാനാണ്. ഓരോ വകുപ്പിന്റെയും വഴി കാണിക്കാനാണ് അതിനൊരു മന്ത്രിയുള്ളത്. ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആ കസേരകൾ വിട്ട് നാട് തോറും അലഞ്ഞു നടന്നാൽ, അത് എന്തിന്റെ പേരിലായാലും, കേരളീയത്തിന്റെ പേരിലായാലും നവകേരള സദസ്സിന്റെ പേരിലായാലും അതുപോലെ തന്നെ മുഖാമുഖം പരിപാടിയുടെ പേരിലായാലും നടക്കുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഏത് സംസ്ഥാനത്തും ഏത് രാജ്യത്തും ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് നമുക്ക് ഗവൺമെന്റ് ഹൗസ് ഉള്ളത്, അതായത് ഒരു ഗവൺമെന്റ് ഉള്ളത്. ആ ഗവൺമെന്റിൽ ഇരുന്ന് ഭരണം നടത്തേണ്ടത് അവിടെ ഇരിക്കണം. അത് കഴിഞ്ഞ് അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ടതും ചെയ്യാം. പക്ഷെ വിസിറ്റ് മാത്രമേ ഉള്ളൂ, മന്ത്രിയുടെ കസേരയിൽ മന്ത്രി ഒരിക്കലുമില്ല എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ നമ്മളിവിടെ അനുഭവിക്കുന്നത്. അപ്പൊ ഇനി ഇത് പോരാ, ഈ 13,609 കോടി വായ്പ എടുക്കാൻ സമ്മതിച്ചാലും പോരാ. അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വായ്പയാണ്. അതിൽ ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. വൈദ്യുതി ബോർഡിന്റെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഷ്കരണങ്ങൾ നടത്തിയാൽ 4,682 കോടി രൂപയാണ് കേന്ദ്രം വായ്പ എടുക്കാൻ സമ്മതിക്കുമായിരുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് ആ കടം കിട്ടാതെ, അത് കടം മേടിക്കാൻ ഒക്കാതെ വന്നത്? അതിന് കൃത്യമായ കാരണമുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റി മേഖലയിലെ പരിഷ്കരണം, സമ്പൂർണ്ണ പരിഷ്കരണം, ആ പരിഷ്കരണത്തിന്റെ അവസാന ഘട്ടം എന്ന രീതിയിൽ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക. എന്തിനാണ് സ്മാർട്ട് മീറ്റർ ഓരോ സംസ്ഥാനത്തും ഘടിപ്പിക്കുന്നത്? കേരളത്തിൽ തന്നെ പ്രസരണ നഷ്ടം, അതായത് ഉൽപാദന മേഖലയിലല്ല, ഈ വിദ്യുച്ഛക്തി പിന്നെ എല്ലാ മേഖലകളിലേക്കും വിതരണം ചെയ്യുന്ന സമയത്ത് വിതരണ നഷ്ടം 20% മുതൽ 30% വരെയുണ്ട്. അത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനും അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡും ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഓൾ ഓവർ ഇന്ത്യ ഇതേ പരിസ്ഥിതിയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ആ വിതരണ നഷ്ടം മാറ്റിയാൽ തന്നെ, ഇല്ലാതാക്കിയാൽ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിലാകും. പക്ഷെ കേരളത്തിൽ ഈ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക എന്ന കാര്യം, അതായത് ടോടെക്സ് എന്ന ഒരു സ്മാർട്ട് മീറ്റർ ആണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി ഉപദേശിക്കുന്നത്. അത് വേറൊരു കമ്പനി, അതായത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധമില്ലാത്ത കമ്പനിയിൽ നിന്ന്, സ്വകാര്യ കമ്പനിയാണ്. അപ്പൊ അങ്ങനെ വേണ്ട, ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു കൺസോർട്ടിയം ഫോം ചെയ്ത് അവരെല്ലാവരും കൂടി ചെന്ന് ഇവിടുത്തെ കേരളത്തിന് വേണ്ടി സ്മാർട്ട് മീറ്റർ ഉൽപ്പാദിപ്പിച്ച് അത് ഫിറ്റ് ചെയ്തോളാം എന്ന കണ്ടീഷനിൽ
ഈ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ 4862 കോടി രൂപ നമുക്ക് കിട്ടാതിരുന്നത്. നമ്മൾ ഓർക്കണം, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി മിസ്റ്റർ അശോക് വളരെ ബുദ്ധിമുട്ടിയ ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അവസാനം ഈ എംപ്ലോയീസുമായിട്ടുള്ള പിന്നെ പ്രശ്നം കാരണം കൊണ്ട് അദ്ദേഹത്തിനെയാണ് സ്ഥലം മാറ്റിയത്. അതായത് അവിടെ ഈ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന നല്ല ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ഗവൺമെന്റ് ഈ പിന്നെ തൊഴിലാളികൾക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ നല്ല ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഒരു കാരണവശാലും അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം ഇല്ലെന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ഒരു 15,000 കോടിയും കൂടെ 13,000 അല്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ 13,609 കോടി കടമെടുക്കാൻ സമ്മതിക്കുന്നു, ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തു. അത് എടുത്തു കഴിഞ്ഞാലും തീരില്ല. കാരണം ഒരു 20,000 കോടിയിൽ കൂടുതൽ, ഏകദേശം 25,000 30,000 കോടിക്ക് അനുസരിച്ചുള്ള ചെലവ് വേണം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. അപ്പോൾ മാർച്ചേ ഇനിയുള്ളൂ, പിന്നെ 3 ആഴ്ചയെ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ ഈ സമയത്തേക്ക് 15,000 കോടിയും കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേന്ദ്രത്തോട് സംസ്ഥാനം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. അത് നിങ്ങൾ പരസ്പരം കേന്ദ്രവും തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ കേന്ദ്രം സമ്മതിക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് വരാനിരിക്കുന്നത്. ഒരു ബെയിൽ ഔട്ട് എന്ന രീതിയിൽ കേന്ദ്രം അത് സമ്മതിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ബജറ്റിലേക്ക് ഒന്ന് നോക്കണം. ഈ പ്രാവശ്യത്തെ 2024-25 ബജറ്റിൽ തന്നെ പറയുന്നത്, അതായത് 4,47,875.25 കോടി രൂപയാണ് GSDPയുടെ 3% എന്ന രീതിയിൽ കടമെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത് GSDPയുടെ 3%, സഞ്ചിത കടം ആയിട്ട് വാങ്ങാനിരിക്കുന്നത് 4,47,857.25 കോടി. അതായത് FRBM ആക്ട് അനുസരിച്ച് GSDPയുടെ 29% താഴെ നിൽക്കണം സഞ്ചിത കടം. ഇപ്പോ ഈ പറഞ്ഞ എമൗണ്ട്, അതായത് ഞാനിപ്പോ പറഞ്ഞ 4,47,00,000, ആ എമൗണ്ട് എന്ന് പറയുന്നത് GSDPയുടെ 34% എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ബജറ്റില് കഴിഞ്ഞ വർഷം 2023-24 അത് 36.05% ആയിരുന്നു. ഈ പ്രാവശ്യം ഈ കേന്ദ്രത്തിന്റെ ഒക്കെ കടുംപിടുത്തം കാരണം കൊണ്ട് അത് ഇത്തിരി കുറച്ച് 34% ഒതുക്കിയിരിക്കുന്നു. അപ്പോഴും ഓർക്കുക, നിയമബന്ധമായിട്ട്, അതായത് FRBM ആക്ട് അനുസരിച്ച് 29% വരെ പോകാവൂ. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ, അതായത് ഈ പരിധി വിട്ട 3 സംസ്ഥാനങ്ങൾ, ഒന്ന് വെസ്റ്റ് ബംഗാള്, രണ്ടാമത് പഞ്ചാബ്, മൂന്നാമത് കേരളം. ഒന്നാം സ്ഥാനത്തെത്തുന്ന എപ്പോഴാണെന്നറിയാമോ? കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വഴിയുള്ള കടം എല്ലാം കൂടി ചേർക്കുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോഴും കേരളം നിലയില്ലാ കയത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. കേരളം അതായത് വലിയ കുഴലൂത്ത് നടത്തുന്നു, അത് ഞങ്ങളുടെ വിജയമാണ് എന്ന് പറഞ്ഞ് പരാജയം മറച്ചു വെക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ കാഹളം ഊതിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും സംസ്ഥാനം നിലയില്ലാ കയത്തിൽ തന്നെയാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ തകർന്ന് തരിപ്പണമാകും. അതിന് കേന്ദ്രത്തെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല.